പേര് വലിക്കാൻ വിശേഷം. നമ്മളിത് പണ്ടത്തെ ഒരു മെഷീനാണ്. നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യണേ, തേങ്ങയൊക്കെ ചിരകുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ കളർ കണ്ട് നിങ്ങളൊന്ന് വിചാരിക്കേണ്ട, വൃത്തി നല്ല അതിന്റെ കളർ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എടുത്ത് നമ്മുടെ എവിടെയമ്മേ പാത്രത്തിലോട്ടാക്കാം. കേട്ടോ, ഇത്രയും തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് വേണ്ട, ഇങ്ങനെ ഒരു ജാറിൽ കുറച്ച് തേങ്ങ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് അവിടെ കടിക്കടി പറയാൻ കേട്ടോ. റോക്കി അരച്ചെടുക്കാം. ഒരല്പം വെള്ളം എടുത്തിട്ടാണ് അരയ്ക്കണമെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര കുഴിക്കണം, മാത്രം ഒഴിക്കണം. ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഓപ്പോസിറ്റ് കറക്കാൻ വേണ്ടിക്കാം. അരിച്ചു വെച്ചേക്കാണ് കേട്ടോ. ഇത് അരിച്ചു വെച്ചേക്കാണ്. ആൻഡ് ഇത് അതിന്റെ വേസ്റ്റ് ആണ്. നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അത് അതെ, നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു വേറൊരു ഐറ്റം ഉണ്ടാക്കാൻ ഞാൻ കാണിക്കാം കേട്ടോ. അത് അതിന്റെ വീഡിയോ ഞാൻ കാണിക്കാം. അപ്പൊ ഇനി നമുക്കിതിന് രണ്ട് ചെറിയ ചെറിയ ബൗളുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. നമുക്ക് ഇങ്ങനത്തെ രണ്ട് ബൗളുകളിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇത് ഇപ്പൊ തന്നെ എടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് രണ്ട് ബൗളിലാക്കിയിട്ട് ഓക്കെ, അപ്പൊ നമ്മളിത് റെഡ്മി റോക്കി അവിടെ കിടന്ന് കത്ത് കത്താണ്. ആ ഓക്കെ, ആൻഡ് ഇതുണ്ടല്ലോ ഈ എഗ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ. അതിപ്പോ ഇവിടെ വെച്ച് മാത്രം ഫ്രിഡ്ജിൽ വെക്കാം. ഓ എന്തുവാ, എന്താണ് അതിന്റെ റെഡ്മി കത്തൻ മോട്ടർ നിറഞ്ഞത്. ആ മോട്ടർ നിറഞ്ഞത് എന്നോട് രക്ഷിക്കല്ലേ. ഇതാ പിന്നെ എന്ത് അതവള് ഒരു ടോണിൽ വർത്താനം പറയും. ഓക്കെ, അപ്പൊ ഇതെന്താ പറയുമ്മ, ഭയങ്കരമായിട്ടുള്ള നോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇതിന് എന്തായി വരും, കോക്കനട്ട് ക്രീം, വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാക്കാം. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് കൂടെ കാണിക്കാം. അപ്പൊ ഓക്കെ ഓക്കെ, അപ്പോ നല്ല ടീസ്പൂണ് എടുക്കാം. ഇത് ഞാൻ കുറച്ച് എടുത്ത് വെച്ചാൽ കേട്ടോ, അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്. ഇങ്ങോട്ട് വേട്ടെ, ഇത്രയും തേങ്ങ ആകെ ഇത്ര കിട്ടുള്ളൂ അല്ലേ. ഇത് വെള്ളമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 10 മിനിറ്റും കൂടെ ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ ബാക്കിയും കൂടി കിട്ടും. കുറച്ചും കൂടെ തേങ്ങാപ്പാൽ കിട്ടും. മേലാർന്ന് എടുത്താണ് ഇതാരെ ഇളക്കി വിട്ട്. പിന്നെ ഞാൻ ഇതുണ്ട് ശരിക്കും വെണ്ണ കറക്റ്റായിട്ട് വെണ്ണ കിട്ടും. ഞങ്ങളുടെ രജനി കുട്ടി അവള് കളിക്കണാണ്. എന്ത് കാറ്റണ രമ്യ, എന്ത് കാറ്റണ? അവൾക്ക് അമ്മനെ മതി ഏത് നേരം.
ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ആകെ ഇത്രേ കിട്ടുള്ളൂ. ഇനി കുറച്ചുകൂടി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഒന്ന് ആവൂല്ലേ? ഇപ്പൊ നമ്മൾ എടുത്ത് പുറത്ത് വെച്ച കാരണമാണ് ഇങ്ങനെ ആയത്. നമുക്ക് അവിടെ ചട്ടി ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെള്ളമൊക്കെ വറ്റിപ്പോളൂ. ഇനി വെള്ളം കുറവല്ലേ, അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറേ നേരം. എന്നെ മണമാണ്. ഞാൻ കോട്ടയത്ത് എത്തി കേട്ടോ. ആഹാ. അടി കട്ടി എന്താ പുക തട്ടുമ്പോഴാ അപ്പൊ നമ്മളുടെ വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ ഒരു ഫൈനൽ ആയോ? ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇവിടെ ആയിരിക്കണം. ഇത് വളരെ നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ്. നമ്മുടെ വയറ്റിനകത്ത് ഈ ഒരു പുണ്ണുകൾ പോലുള്ളതൊക്കെ ഉണ്ടാകും. നമ്മൾക്ക് വയറുവേദനയൊക്കെ വരുമ്പോൾ അതുപോലും മാറാനായിട്ട് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ 1 ടീസ്പൂണൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ നമ്മളുടെ ഫേസ് നല്ല വരണ്ട ചർമ്മത്തിനും അതുപോലെ തന്നെ അങ്ങനെയുള്ള ചർമ്മങ്ങൾക്ക് വളരെ സോഫ്റ്റ് ആവാനും വളരെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാക്കാം. ഞങ്ങളിപ്പോൾ മോയ്സ്ചറൈസർ ഉണ്ടാക്കിയില്ല, ഇപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. സ്റ്റേ ട്യൂൺഡ് ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ.